വാടകയ്ക്ക് വീട് ചോദിക്കുമ്പോൾ അവര് ഇന്ന ആൾക്കാർക്കാണ് കൊടുക്കുന്നതെന്ന് എഴുതി വെച്ചാല് മൈത്രൻ പറഞ്ഞത് അത് ലീഗലായിട്ട് അതിന് കേസ് കൊടുക്കണമെന്നാണ് മൈത്രൻ അതിനകത്ത് പറഞ്ഞത്. അപ്പം ഈ ഉടമസ്ഥന് ആ വാടകയ്ക്ക് കൊടുക്കുന്നില്ലെന്നും തീരുമാനിക്കാൻ പറ്റില്ല ആ ഒരു വാടകയ്ക്ക് സിറ്റുവേഷൻ. കൊടുക്കാൻ പറ്റത്തില്ലെന്ന് തീരുമാനിക്കുക. അത് സംശയമൊന്നുമില്ല. അത്രയും അവകാശമൊക്കെ നമ്മൾ ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കാനായിട്ടുള്ള അവകാശം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പൊതുവായി തീരുമാനിച്ചാൽ പറ്റത്തുമില്ല. ഇപ്പൊ ഭൂമി എന്റെ കൈവശമുണ്ട്, ഞാനത് ഉപയോഗിക്കുന്നില്ല, ഞാൻ അത് തരിശായിട്ടിടാം എന്ന് പറയുന്നത് കോൺഫിസ്കേറ്റ് ചെയ്യാനുള്ള അവകാശം ഒരു രാജ്യത്തെ ജനതയ്ക്കുണ്ട്. അതുകൊണ്ടാണ് കൈവശാവകാശം എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ആണെന്ന് വിചാരിക്കരുത്. അങ്ങനെ അല്ല. രാജ്യത്തുള്ള എല്ലാ ഭൂമിയും പണ്ട് രാജാവിൻ്റെതായിരുന്നു എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പബ്ലിക്കായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഗവൺമെന്റിൻ്റെതാണെന്ന് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കരമടയ്ക്കുന്നത്. ഭൂമി സർക്കാരിൻ്റെതാണ്, നമ്മുടെ കൈവശാവകാശം മാത്രമാണ് നമുക്കുള്ളത്. അപ്പൊ 99 വർഷത്തെ ലീസിന് കൊടുക്കുന്നെന്ന് പറയുന്നത് പോലുള്ള പഴയ കാലത്തെ സിസ്റ്റത്തിന് പകരം ടാക്സ് നമ്മൾ കൊടുക്കുന്നു എന്ന് പറയുന്നത് പൊതുവായി ഇത് ഉപയോഗിക്കും എന്ന് ഉറപ്പാക്കുന്നത് വഴിയാണ്. ടാക്സിങ് സിസ്റ്റമാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും വലിയ പൊതുവാക്കിയ സ്വത്തുണ്ടാക്കുന്നതിനുള്ള രീതി. അത് സർക്കാരിന്റെ ബജറ്റായിട്ട് അതിനെ മാറ്റുകയും ആ ബജറ്റിനകത്തൂടെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ ധനം വിനിയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ഇൻഹെറിറ്റൻസ് കൊടുക്കുന്നത്, നമ്മുടെ മക്കൾക്ക് സ്വത്ത് കൊടുക്കുന്നത്, അതും പൊതുവായിട്ട് എല്ലാവർക്കും അവകാശപ്പെട്ടതല്ലേ? അത് അങ്ങനെ പറ്റുമോ? എങ്ങനെ നമ്മുടെ മക്കൾക്കൊക്കെ ഇൻഹെറിറ്റൻസ് ആയിട്ട് സ്വത്ത് കൊടുക്കുന്നത്, പ്രോപ്പർട്ടി ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അത് പബ്ലിക്കായിട്ട് അത് തന്നെ അത് കൊടുക്കുന്ന സമയത്ത് ലാൻഡ് സീലിംഗ് എന്ന് പറഞ്ഞപ്പോ കേരളത്തിന് അത് ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് എങ്ങനെയാ വന്നത്? ചിലപ്പോ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് പണ്ട് കൈവശാവകാശം ഉള്ളതെല്ലാം അവർക്ക് വെക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ആൾക്കാർക്ക് കുടികിടക്കാൻ പോലുമുള്ള എന്നാൽ ഒരു വീട് വെക്കാൻ പോലും അവകാശം ഇല്ലാതായി മാറി. അപ്പോഴാണ് ലാൻഡ് സീലിംഗ് കൊണ്ടുവന്നത്. അതിനെയാണ് ഭൂപരിഷ്കരണം എന്ന് പറയുന്നത്. ഇതുപോലത്തെ പല ഭൂപരിഷ്കരണം കൊണ്ടുവന്നിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാവരും വീടുള്ള ഈ കേരളത്തിനകത്ത് ഇന്ന് കുടിലിൽ കഴിയുന്ന ആൾക്കാര് വിരലെണ്ണി തീർക്കാം. ഈ അവസ്ഥ ഉണ്ടായത് ഭൂപരിഷ്കരണം വന്ന വഴിയാണ്. ഇത് വരുത്താതിരിക്കുന്ന മറ്റ് സമൂഹങ്ങളിൽ ഇപ്പോഴും നമ്മൾ ഇത് ഇപ്പൊ വേണ്ട അവിടെ ബുൾഡോസർ ഉപയോഗിച്ചിട്ട് വടക്കേ ഇന്ത്യയിലെ ഇടിച്ചു കളയുന്നുണ്ട്. വീട് വെച്ച് കൊടുത്തിട്ട് മാറ്റേണ്ട സ്ഥലമാണത്. അവിടെയാണ് ബലപ്രയോഗത്തിൽ അത് ചെയ്യുന്നത്. ജനാധിപത്യ വിരുദ്ധമായിട്ട് പെരുമാറുന്ന ആൾക്കാര് ചെയ്യുന്ന സ്ഥലമാണത്. കോടതി ഇടപെടേണ്ടതാണ്. അല്ലാതെ കൈവശാവകാശം ഉണ്ടായിരുന്ന കുടിയിറക്കി വിട്ടുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു ഇവിടെ. കേരളത്തിനകത്തും അങ്ങനെ തന്നെയായിരുന്നു. അല്ല, അങ്ങനെ ഇപ്പം ഒരാളുടെ സ്വത്ത് ഒരാൾക്ക് കൊടുക്കാനുള്ള ശരിക്കും അങ്ങനെ അതിനെ സ്വത്ത് കൊടുക്കുക എന്ന് പറയുന്നതിന് നിയന്ത്രിതമായിട്ട് മാത്രമേ കഴിയൂ എന്ന് പറയുന്ന നിയമം കൊണ്ടുവന്നിട്ടാണ് ഇത് മറ്റുള്ളവർക്കൂടെ പ്രയോജനപ്രദമാക്കി മാറ്റുന്നത്. അല്ലാതെ ഒരാളുടെ സ്വത്ത് എന്ന് പറയുന്നത് അയാൾ ഇങ്ങനെ ഉണ്ടാക്കിയതൊന്നുമല്ല. പണ്ട് കാലത്തെ കൈവശാവകാശം കൊണ്ട് മാത്രം, കൈയേറിയവരുടെ ബലം കൊണ്ട് മാത്രമാണ് ഒരു രാജാവ് ഭരിക്കുന്നതും അതിനുശേഷം അയാൾ ഞാൻ എഴുതി കൊടുക്കും, മുദ്രപത്രം എഴുതി കൊടുത്താൽ രാജാവ് കൊടുത്താൽ എന്താണത് അയാളുടെ അല്ല ആണോ? ഒന്നുമല്ല. മുഷ്ക് കൊണ്ടുണ്ടാക്കിയ സാധനം മാത്രമേ ഉള്ളൂ ലോകം. അതുകൊണ്ടാണ് അതിനെ നമ്മൾ റീ ഷെഡ്യൂൾ ചെയ്യുക എന്ന് പറയുന്നതാണ് ജനാധിപത്യപരമായിട്ട് പെരുമാറുന്നത്. അങ്ങനെയാണ് ഭൂപരിഷ്കരണം എന്ന് പറയുന്ന നിലവാരത്തിൽ ഇന്ത്യയിൽ തന്നെ പലതരത്തിലുള്ള ഭൂപരിഷ്കരണം വന്നതിനകത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു സ്ഥലമാണ് കേരളം. അപ്പോഴാണ് ഒരിക്കൽ വീടുള്ള അവർക്ക് 10 സെന്റും നഗരത്തിനകത്ത്, ഗ്രാമത്തിലാണെങ്കിൽ 10 സെന്റും നഗരത്തിലാണെങ്കിൽ 3 സെന്റും എന്ന് പറയുന്ന നിലവാരത്തില് ആ കിടക്കുന്ന കുടിയിറക്കി വിടാനുള്ള അവകാശമാണ് ഇല്ലാതായത്. അതേപോലെ തന്നെ കൈവശ അവകാശം വെക്കാനുള്ളതിന് തോട്ടം ഒഴിച്ചുള്ള മറ്റുള്ള ഭൂമിയെല്ലാം 15 ഏക്കർ ഒരു കുടുംബത്തിന് 15 ഏക്കറായിട്ട് നിജപ്പെടുത്തി. അപ്പോഴാണ് ബാക്കിയുള്ളവർക്കൊക്കെ സ്വത്ത് ഉണ്ടാകുന്നവരായിട്ട് മാറിയത്. ഇതൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്ത് ജനാധിപത്യപരമായ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്ന് മാത്രമേ ഈ പറയുന്നത്.